പറ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് our യൂട്യൂബ് ചാനൽ. ഗൈസ്, അന്ന് അമ്മൂനെ പനി പിടിച്ചതിന് ശേഷം നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല. പനി മാറിയിട്ടില്ല ഗൈസ്. പനി മാറി ഗൈസ്, പനി മാറി ഗൈസ്. നമ്മളെന്ത് സമയം എത്രയും സമയം 11:45. നമ്മൾ നെസ്റ്റോല് പോവാണ് സാധനങ്ങൾ. അമ്മേ ഗൈസ്, നമ്മള് നെസ്റ്റോ പോവാണ്. എന്തിനാ പോവാണ് നെസ്റ്റോയിലേക്ക്? നമുക്ക് ഉറക്കെ പറയും, കേൾക്കില്ലേക്കാ. പർച്ചേസിന് പോകാം. ഗൈസ്, നമ്മള് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ്. നമ്മള് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഫ്രണ്ട് അവിടെ വരും. ഫ്രണ്ടും അവൻ്റെ വൈഫും കുട്ടിയും കൂടി വരും. എൻ്റെ കുട്ടീൻ്റെ അടുത്ത് നടക്കാനാണ് അമ്മൂനും കൊണ്ടുവന്നത്. നമ്മൾ മെയിനായിട്ട് വിത്ത് ട്രോളി വരും. ഗൈസ്, നാളെ നമുക്ക് ലീവാണ്. അപ്പൊ ലീവ് ആയതുകൊണ്ട് നമ്മള് അതാണ് ശനിയാഴ്ച പർച്ചേസിങ്ങിന് പോണത്. നമ്മൾ മാസത്തിൽ ഒരു വട്ടം പർച്ചേസ് ചെയ്യുള്ളൂ. ബാഗൊക്കെ ഗ്രോസറിന്ന് സാധനങ്ങൾ വാങ്ങുകയാണ് പതിവ്. സത്യം പറഞ്ഞ ഇരുട്ടാണ്. നമ്മുടെ എന്താ പറയാ, മറ്റേ പോസ്റ്റില് ലൈറ്റ് ഒന്നുമില്ല ഗൈസ്. ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളെ മുഖം കാണാല്ലേ ഗൈസ്. ഇരുട്ടത്ത് കൂടെയാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഇതാണ് ഗൈസ്, നമ്മൾ നെസ്റ്റോൾക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് അമ്മൂന്റെ നടത്ത നമ്മുടെ റൂമിൽ നിന്നൊരു 10 മിനിറ്റ് ഉണ്ട് കേട്ടോ നെസ്റ്റോൾക്ക് നടക്കാൻ. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ നെസ്റ്റോയിൽ എത്തിയിരിക്കുകയാണ്. അമ്മുത കാണിച്ചു തരുന്നു, ഇതാണ് നെസ്റ്റോ എന്നൊക്കെ പറഞ്ഞിട്ട്. അവൾ എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് കിട്ടണില്ല. ഇതാണ് നെസ്റ്റോ ഗൈസ്. എന്താ പറയാ, നമ്മളെ ഇതുവരെ പോണെന്നറിയോ? നിന്റെ കമ്മലോ ഗൈസ്? ഇന്ന് അമ്മു കമ്മലിട്ടില്ല ഗൈസ്. ലിപ്സ്റ്റിക് ഇട്ടുണ്ടോ? ഇട്ടുണ്ടാ? നോക്കട്ടെ നോക്കട്ടെടാ കുട്ടാ, അവിടെ നോക്കട്ടെ. അതേനാലും പോവാ ഗൈസ്. അവര് ഡ്രസ്സിന്റെ സെക്ഷനിലാന്നാ പറഞ്ഞത്. നമുക്ക് അവര് തപ്പി പോകാം. അവരിവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും. വേണമോ? നിനക്കത് പാകാവോ? എക്സ്ക്യൂസ് മീ, കട വെച്ചേ കുട്ടാ. അമ്മൂനെ ബാഗ്, ചെരുപ്പ്, അതിലൊക്കെ വേഗം കണ്ണു പോവും. പക്ഷെ കൊല്ലത്തിൽ ഒരു വട്ടം ചെരുപ്പ് വാങ്ങി കൊടുക്കുള്ളൂ എന്നാണ് വീട്ടിൽ നിന്നുള്ള ഓർഡർ. എന്താ പോണം ഈ സാധനം ഗൈസ്. നമ്മളതിന്റെ വില നോക്കി ഒരാളെ കണ്ടുപിടിക്കരുത്. ഈ സാധനം എന്റെ നമ്മളൊരാളെ കണ്ടുപിടിക്കാൻ നിൽക്കണം. അതിന്റെ ഇടയിൽ ഡ്രസ്സ് തപ്പാൻ പോവാൻ പാടില്ലല്ലോ. അപ്പൊ നമുക്ക് ആളെ കിട്ടി. ഇവനെ എന്തോ അങ്ങനെ ഒന്ന്. ഇതാണ് ഇവന്റെ ഭാര്യ. ഹലോ റിക്കു, റിക്കു ഹലോ ഗൈസ്, ഇതാണ് നിങ്ങൾ പറഞ്ഞ. ഇതാണ്, ഇവരെയാണ് ഞാൻ തപ്പി നോക്കിയത്. അവൾക്ക് കൊടുക്കണം. ഞങ്ങളുടെ കുട്ടി ഇങ്ങനെയൊന്നല്ല, ഭയങ്കര ഉഷാറാണ്. എന്ത്
പറഞ്ഞാലോ ഇന്ന് റീതു ആൻറ്റി ഞങ്ങളുടെ റിക്കുമോന് ഇന്ന് എന്തോ പറ്റിയിട്ടുണ്ട്. മൂഡ് ശരിയല്ല കുട്ടിയുടെ. അപ്പം ഇവിടെ നോക്കി. ഹലോ, അവൻ തിരിയാത്തോണ്ട് നമ്മൾ തിരിയുന്നു. കുട്ടിയുടെ മൂഡ് ശരിയല്ല. എന്ത് പറ്റിയിടാ? പാമ്പ് തന്നില്ലേ നിനക്ക്? അമ്മ എന്ത് ചെയ്ത്? കടിച്ചാ നിന്നെ? ഇന്ന് കുട്ടിക്ക് ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. കുട്ടൻ്റെ നമ്മുടെ റിക്കു കുട്ടൻ്റെ മൂഡ് ശരിയല്ല. അതുകൊണ്ട് അവന് വീഡിയോ എടുക്കാനുള്ള മൂഡുകളൊന്നുമില്ല. ഓക്കെ, റിക്കോ ഇവിടെ നോക്ക്. നീ പൊടി തള്ളയെന്നാണ് പറയണത്. എന്നാലും നമ്മളത് കേൾക്കാത്ത പോലെ മിണ്ടാണ്ടിരുന്നിട്ട് കുട്ടീൻ്റെ വീഡിയോയിൽ എല്ലാ വീഡിയോകളിലും ഉൾപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ അമ്മുന് വണ്ടി കിട്ടിയിരുന്നു. അമ്മു ലൈസൻസ് ഉണ്ടോ ഏത് വണ്ടി ഓടിക്കാൻ? കുട്ടീനെ ഭ്രാന്താക്കണം. അയ്യോ, അമ്മുന്റെ വണ്ടി ഓടുമോ? തുടർന്ന് കാണുക. നാളെ അമ്മുവിന്റെ വണ്ടി ഓടുമോ? ആ വണ്ടി എടുത്തു, ഇതെടുത്തു, ട്രോളി എടുത്ത് എനിക്ക് ട്രോളി എടുത്തിട്ട്. ഗൈസ്, നമ്മള് ഇങ്ങനെയാണ് ട്രോളി മോഷ്ടിക്കാന്ന് പറയണത്. പറയാ ആൻസിക്ക് എന്താണ് പറയാനുള്ളത്? ആൻസി ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ. 1 month ഫിനിഷ് ആയിട്ടുള്ളൂ. അതിന്റെ തൊരയാണ് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പറയൂ താങ്കളുടെ ഹസ്ബൻഡിന്റെ സാലറി എത്രയാണ്? ഗൈസ്, അത് പുറത്ത് പറയാൻ കൊള്ളില്ല ഗൈസ്. നമ്മള് ലൈറ്റ് ഡ്രൈവറിൽ നിന്നും നമ്മൾ അങ്ങനെ പോകുന്നു. സത്യത്തില് ഇവളുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവനെ കാണാനില്ല, എന്റെ ചേട്ടനെ കാണാനില്ല ഗൈസ്. ചേട്ടായി അമ്മ പിന്നെ വണ്ടി ഓടിച്ച് നടക്കണം. വലിയ ഇതുണ്ടാ നോക്കട്ടെ. ഗൈസ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവറോൾ നമ്മുടെ ഇന്നത്തെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് 100 dirhams. ബഡ്ജറ്റ് എത്ര നോക്കി? 100 dirhams. പ്ലാസ്റ്റിക് കോപ്പി പാടില്ല. എന്റെ ഹസ്ബൻഡ് പറഞ്ഞു 100 ദിർഹത്തിന് എന്ത് വേണോ എടുത്തോ അത്ര മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ, എന്റെ കർത്താവ് എവിടെ? അവിടുന്ന് മനസ്സിലെടുത്ത് അത് അവളുടെ ആയിരുന്നു, ആൻസിയുടെ. നമ്മുടെ വണ്ടി സുരക്ഷിതമായിട്ട് ഓടിക്കാൻ ഞാൻ അമ്മൂന് ലേണിംഗ് ലൈസൻസ് കൊടുക്കാണ്. അപ്പൊ അങ്ങനെ അമ്മു വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഗൈസ്, അമ്മുവും റിക്കും കൂടിയിട്ട് യുദ്ധാണ് ഇവിടെ. ഇടിച്ചു കളിക്കാണ്. അതിഗംഭീരമായിട്ട് ആക്ഷൻ ഇല്ല, ഡ്രാമ ഇല്ല. അമ്മു റിക്കും പോയി. തൊപ്പിടാണ് ഗൈസ്, നമ്മൾ തൊപ്പി. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. വലൈക്കും സലാം പറഞ്ഞേ. അസ്സലാമലൈക്കും പറഞ്ഞു റിക്കു. അസ്സലാമലൈക്കും. ആൻസി ആണെങ്കിൽ മനുവിനെ തപ്പി നടക്കാം, മനു ആണെങ്കിൽ ആൻസിനെ തപ്പി നടക്കുക. കുട്ടിക്ക് അതൊക്കെ മനസ്സിലായി നീ ആരെ തപ്പി എന്നുള്ളത്. മനുവാ, നീ ആരെ തപ്പി? ആടാ, നീ ഫ്ലോറിഡ ടീഷർട്ട് ഇട്ടിട്ട് നിൽക്കണേ.
വർക്ക് ചെയ്യണത് ഫ്ലോറിഡ അജിമിലാണ്. ഇവൻ അതിലത്തെ ട്രെയിനറാണ്. അവർക്ക് റിക്കു അവൾക്ക് ഭർത്താവിന് മാത്രമേ വേണ്ടതുള്ളൂ, നിന്നെ വേണ്ട. ഭാര്യ ഭർത്താവിന് ഷർട്ട് എടുത്ത് കൊടുക്കുന്നു, ഭർത്താവ് ഭാര്യക്ക് ഷർട്ട് എടുത്ത് കൊടുക്കുന്നു. പിന്നെ വാരലോ വാരൽ എന്തുവാടേ ഷോർട്സിന്റെ അടിയിലിടാൻ വേണ്ടി നമ്മളെ ഗേൾസിൻ്റെതാണെങ്കിൽ നമുക്ക് ചെറുതായി പോകും. സോ നമ്മൾ പ്രത്യേകിച്ച് എൻ്റെ സൈസിന് നമ്മൾ XXL ഫോർ ബോയ്സ്. ഇത് നമ്മുടെ വണ്ടി ഉന്തുന്ന ആൾ. പാവം നമ്മള് മനു കുട്ടീനെ ഉറക്കണു. ഏതാ പാട്ടോ രാരിയില് മനുവിന്റെ പാട്ട് കേട്ടു ഗായ്സ്. മനു എനിക്ക് മറ്റേ വീഡിയോ എടുക്കണം. പാട്ടോട് പാട്ടോട് പാട്ട് നിർത്തല്ലേ പാട്ട് നിർത്തല്ലേ പാട്ടോടു. പുതിയൊരു കാര്യം ഇത് കാണുമ്പോ എനിക്ക് ബാദുഷാനെ ഓർമ്മ ഗൈസ്. അടിയിൽ പെൻഡിട്ടുണ്ടോ നോക്കട്ടെ. ഇതിന് ബ്ലാക്ക് ആയിരുന്നു അവനുണ്ടായിരുന്നത്. നമ്മള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് താഴെ വന്നതേ നമ്മളെടുത്തത് അരി, പഞ്ചസാര, നെയ്യ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുത്ത് ഇനി നമുക്ക് സോൾട്ട് എടുക്കാം. ഏത് സോൾട്ടാണ് നമ്മൾ വേണം? ഒന്നിന് വേണം, രണ്ടിന് വേണം, മൂന്നിന് നമ്മളിത് എടുക്കാം. ഇതല്ലേ ഇത് തന്നെ സെയിമോ? 1.25 ഐ ഗേസ് നമ്മളങ്ങനെ സോൾട്ട് എടുത്തു. നമ്മുടെ ഉപ്പ് കഴിഞ്ഞേക്കണം. ഉപ്പ് കഴിഞ്ഞ ദാരിദ്ര്യം കൂടുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉപ്പ് കഴിഞ്ഞ ഇവിടെ നോക്കണം. പുഴുണ്ടോ നോക്കണം. എന്ത് വേണ്ട ഇവിടെ നിർത്തുന്നത് പുഴുവോ? ചിയാസീഡിൽ വേഗം പുഴു വരും. നമ്മൾ ചിയാസീഡൊക്കെ മേടിക്കുമ്പോൾ നോക്കി മേടിക്കുന്നത് കണ്ടാ പുഴു ഉണ്ടാവും കഴിച്ചത്. അത് നോക്കിയും കണ്ട് മേടിച്ചില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതല്ലേ. പുഴു ഇല്ലാണ്ടിരിക്കുന്നത് മേടിക്കാം. ഗൈസ് നമ്മളെങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് ട്രോളിയെല്ലാം ഉന്തി നടക്കുകയാണ് ഗൈസ്. ഇപ്പൊ സമയം എത്ര മണിയായല്ലോ? ആ സമയം 1:30 കഴിഞ്ഞു കേട്ടോ. പുലർച്ചല്ലേ പറയാ? 1:30 പുലർച്ച എന്ന് പറയാ. ഞങ്ങൾ റൂമിലേക്ക് നടക്കാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നെക്സ്റ്റ് വന്ന സാധനങ്ങൾ മേടിച്ചു ഞങ്ങള് റൂമിൽ. സൂപ്പർ നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് റൂമിലെത്തിട്ടോ ഗായ്സ്. ബൈ പറയാല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ റൂമിലെത്തിയിരിക്കണം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഒക്കെ ഇന്നത്തോടെ അവസാനിച്ചിരിക്കും. ഇനി അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നതാണ്. അപ്പൊ അമ്മ തളർന്നു ഗൈസ്. അപ്പൊ ഞാനും തളർന്നു. വിശുന്നുണ്ട് ഗൈസ്, നല്ല വിശപ്പുണ്ട്. പോയി റൂമിൽ പോയിട്ട് വല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ച നമ്മൾ ഡേറ്റ് എടുക്കാൻ പാടില്ല നമ്മൾ ആശം പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഗൈസ്, അപ്പൊ ബായ്. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നതിൽ എല്ലാവരും ക്ഷമയോട് കാത്തിരിക്കുക. അധികം ഓളിയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തെ റൂമിൽ നമ്മൾ പുറത്താക്കുന്നതാണ്. അപ്പൊ ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഗൈസ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ലാസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗായ്സ് ബൈ. അടുത്ത വീഡിയോ വരുന്നത് ക്ഷമയോടെ എല്ലാവരും കാത്തിരിക്കും. അമ്മ ബൈ.